ഹലോ എവ്രി വൺ, വെൽക്കം ടു ദി വുമൺ ഓഫ് ഓണർ സീരീസ്. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് വീണ്ടും ഒരു വീഡിയോ ചെയ്യുകയാണ്. നിങ്ങളെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരെയും ഈ പുതിയ മാസത്തിലേക്ക് വെൽക്കം ചെയ്യുന്നു. അങ്ങനെ നമ്മൾ 6 മാസം കഴിഞ്ഞു ഈ പുതിയ വർഷത്തിൽ. ഇന്ന് ജൂലൈ 1-ാം തീയതിയാണല്ലോ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. ഇന്ന് ഒരു ബൈബിൾ സ്റ്റഡി എടുക്കാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും അധികം പരിചയമുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. എന്നാൽ ബൈബിളിൽ ഒരേ ഒരു അധ്യായമുള്ള ഒരു പുസ്തകമാണ് ജൂഡ് എന്ന് പറയുന്ന പുസ്തകം. ന്യൂ ടെസ്റ്റമെൻറ്റിൽ യൂദായുടെ ലേഖനം എന്ന് പറയുന്ന ആ പുസ്തകത്തെക്കുറിച്ച് ചെറുതായിട്ട് പഠിക്കാം നമുക്ക്. അത് വളരെ ഒരേ ഒരു ചാപ്റ്ററേ ഉള്ളല്ലോ, അപ്പോൾ പിന്നെ അധികം സമയം വേണം. ഈ യൂദായുടെ ലേഖനത്തിൻ്റെ പശ്ചാത്തലം വന്നിട്ട് അന്ന് സഭയിൽ കടന്നു വന്ന വ്യാജ ഉപദേശകരെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ്. യൂദ അവരെക്കുറിച്ചൊരു വിവരണം നൽകിയ ശേഷമാണ് വിശ്വാസികൾ എങ്ങനെ ആത്മീയമായി ഉറച്ചു നിൽക്കണമെന്ന് ഉപദേശിക്കുന്നത്. അന്ന് പല ആൾക്കാരും സഭയിൽ കടന്നു വന്നിട്ട്, പുതുതായിട്ടുള്ള സഭയാണല്ലോ, അപ്പം പെന്തിക്കോസ്തയ്ക്ക് ശേഷമാണല്ലോ സഭ സ്ഥാപിതമാകുന്നത്. ഓരോരുത്തർ പൗലോസിൻ്റെ ഉപദേശമോ അല്ലെങ്കിൽ പത്രോസിൻ്റെ ഉപദേശമോ അല്ലാതെ പലരും വ്യാജ ഉപദേശങ്ങൾ കൊടുത്തിട്ട് ഇന്നും നമ്മുടെ ലോകത്തുള്ളൊരു ട്രെൻഡാണത്. അങ്ങനെ ഉള്ള വ്യാജ ഉപദേശകരെ തിരിച്ചറിയുവാനും ശരിയായിട്ടുള്ള വിശ്വാസികൾ എങ്ങനെ ആത്മീയമായി ഉറച്ചു നിൽക്കണമെന്നുള്ളതിനെക്കുറിച്ചാണ് യൂദ ഇവിടെ എടുത്തു പറയുന്നത്. 20-ാം വാക്യത്തെ പഠിക്കുമ്പോൾ, നിങ്ങളുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നിങ്ങളെ തന്നെ പണിതുയർത്തിക്കൊണ്ടും എന്ന് ഉദ്ദേശിക്കുന്നത് വിശ്വാസ ജീവിതത്തെ ഒരു കെട്ടിട നിർമ്മാണത്തോടാണ് ഇവിടെ ഉപമിക്കുന്നത്. ദൈവവചന പഠനം, പ്രാർത്ഥന, കൂട്ടായ്മ, അനുസരണം എന്നിവയിലൂടെ വിശ്വാസത്തിൽ വളരേണ്ടതുണ്ട്. ഇത് ഇന്നും ആവശ്യമാണ്. അന്ന് മാത്രമല്ല, ഇന്നും ആവശ്യമാണ്. അപ്പോൾ യൂദായുടെ ലേഖനം അന്നുള്ളവർക്ക് വേണ്ടി മാത്രമല്ലെന്നുള്ളത് മനസ്സിലായല്ലോ. നമുക്കും ഇത് പ്രാവർത്തികമാക്കേണ്ട കാര്യങ്ങളാണ്. നമ്മുടെ അതിവിശുദ്ധ വിശ്വാസത്തിൽ നമ്മളെ തന്നെ പണിതുയർത്തണം. നമ്മൾ ഒരേ ലെവലിൽ നിൽക്കാതെ നമ്മൾ വളരണം എന്നുള്ളതാണ്. നമ്മൾ പൗലോസ് അപ്പോസ്തലൻ്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ടല്ലോ, ഇന്ന് നമ്മൾ എത്രയും പ്രായമായിട്ടും പാല് കുടിക്കുന്ന ശിശുക്കളെ പോലെയാണ് നമ്മുടെ ആത്മീയ കാര്യങ്ങളിലെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾക്ക് അതിൽ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാനും അതിനെ അതിവിശുദ്ധമായിട്ട് നമ്മൾ കൊണ്ടു നടക്കുവാനുമായിട്ട് നമ്മൾ ദൈവവചനം പഠിക്കണം, പ്രാർത്ഥിക്കണം, കൂട്ടായ്മ ആചരിക്കണം, ദൈവാനുസരണം, വചനത്തിന് കീഴ്പ്പെട്ട് എന്നിവയിലൂടെ വിശ്വാസത്തിൽ നമ്മൾ വളരേണ്ടത് ആവശ്യമാണ്. അതിവിശുദ്ധ വിശ്വാസം എന്നത് അപ്പോസ്തലന്മാർ കൈമാറിയ സുവിശേഷ സത്യങ്ങളെയും അതിലുള്ള വ്യക്തിപരമായ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. ആത്മീയ വളർച്ച യാദൃശ്യമായി സംഭവിക്കുന്നതല്ല, അതിനായി പരിശ്രമം ആവശ്യമാണ്. അപ്പോസ്തല പ്രവൃത്തി 4:11-12 വാക്യങ്ങളിൽ അത് എടുത്തു പറയുന്നുണ്ട്. നമ്മൾ നോക്കുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ വചനത്തിലൊക്കെയും പഠിച്ച് വളർന്ന് വിശ്വാസത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കുമ്പോൾ അടുത്ത സ്റ്റെപ്പെന്ന് പറയുന്നതാണ് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത്. അപ്പം ഇവിടെ വചനത്തിൽ പറയുന്നത് പരിശുദ്ധാത്മാവിൽ പ്രാപിച്ചുകൊണ്ടും പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലും ശക്തിയിലുമാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. ദൈവഹിതത്തോട് ചേർന്നുള്ള പ്രാർത്ഥന ആണിത്. ഇന്ന് നമ്മൾ നടത്തുന്നത് പരിശുദ്ധാത്മാവാണല്ലോ. പെന്തക്കോസ്തിയുടെ ദിവസം ശിഷ്യന്മാരുടെ മേലിറങ്ങി വന്ന പരിശുദ്ധാത്മാവ് ഇന്നും ഏത് വിശ്വാസി കർത്താവിനെ സ്വീകരിച്ച് രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസത്തിലേക്ക് കടന്ന് സഭയിലേക്ക് വരുന്ന അവരെ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് പരിശുദ്ധാത്മാവിനോടൊപ്പമാണ് നമ്മൾ ജീവിക്കുന്നത്. അവൻ നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വിശുദ്ധിയിൽ ജീവിച്ചാൽ മാത്രമേ പരിശുദ്ധാത്മാവ് നമ്മുടെ ഒപ്പം ഉണ്ടാകുകയുള്ളൂ. അപ്പോൾ പരിശുദ്ധാത്മാവോട് ചേർന്ന് പരിശുദ്ധാത്മാവിൻ്റെ നേതൃത്വത്തിലും ശക്തിയിലുമാണ് നാം പ്രാർത്ഥിക്കേണ്ടത്. ദൈവഹിതത്തോട് ചേർന്നുള്ള പ്രാർത്ഥന ആണിത്. സ്വന്തം ആഗ്രഹങ്ങൾ മാത്രം പറയുന്നതായിരിക്കരുത് നമ്മുടെ പ്രാർത്ഥന. ആത്മാവ് നമ്മുടെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ ഫലപ്രദമാക്കുന്നു.
പ്രാർത്ഥന എന്നാൽ ദൈവത്തോടുള്ള ആശ്രയത്വത്തിൻ്റെ പ്രകടനമാണ്. 21 വാക്യത്തിൽ ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ കാത്തുകൊള്ളുവീൻ എന്ന് പറയുന്നു. ദൈവം നമ്മെ സ്നേഹിക്കുന്നത് അവൻ്റെ കൃപയാണ്. അത് നമ്മൾ നേടിയതല്ല. എന്നാൽ ആ സ്നേഹത്തിൻ്റെ അനുഭവത്തിലും അനുഗ്രഹത്തിലും നിലനിൽക്കുവാൻ ഏത് വിശ്വാസിയും ദൈവത്തോട് ചേർന്ന് നിന്നേ മതിയാകുകയുള്ളൂ, അഥവാ ചേർന്ന് നിൽക്കണം. കൃപയാലല്ലോ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അപ്പോൾ നമ്മളുടെ ആരുടെയും പ്രവൃത്തികളോ നമ്മുടെ ആരുടെയും മെറിറ്റൊന്നുമല്ല നമ്മൾ രക്ഷയിലേക്ക് കടന്നു വന്നതും ദൈവത്തിൻ്റെ കൃപയൊന്നു മാത്രമാണ്. നമ്മൾ കർത്താവിലായിരിക്കുന്നതും വിശ്വാസത്തിലായിരിക്കുന്നതും. യോഹന്നാൻ 15 യേശു പറയുന്നുണ്ടല്ലോ, മുന്തിരിവള്ളിയിൽ നിലനിൽക്കുന്ന കൊമ്പ് പോലെ നാം ക്രിസ്തുവിൽ നിലനിൽക്കണമെന്ന്. ദൈവത്തോടുള്ള അടുത്ത ബന്ധം നിലനിർത്തുക. അതില്ലാതെ നമുക്ക് ഫലം കായ്പാനായിട്ട് സാധിക്കത്തില്ല, പരിശുദ്ധാത്മാവിലായിരിക്കാനും സാധിക്കില്ല എന്നുള്ളതാണ്. അടുത്തതായിട്ട് നമ്മൾ നോക്കുമ്പോൾ യേശു ക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരിക്കുവാൻ പറയുന്നു. അതായത് ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെയും നിത്യജീവനെയും പ്രത്യാശയോടെ കാത്തിരിക്കുക എന്നാണ് അതിനർത്ഥം. നമ്മുടെ രക്ഷയും നിത്യജീവനും നമ്മുടെ പ്രവൃത്തികളാലല്ല ലഭിക്കുന്നത്. അത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ക്രിസ്തുവിൻ്റെ കരുണയാലാണെന്ന്. ഈ പ്രത്യാശയാണ് പരീക്ഷകളിലും വെല്ലുവിളികളിലും നമ്മെ ഉറച്ചു നിർത്തുന്നത്. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി നമ്മൾ കാത്തിരിക്കുമ്പോൾ അവൻ്റെ രണ്ടാം വരവിനെയും അതുപോലെ തന്നെ നമുക്ക് ഉള്ള നിത്യജീവനെയും നാം പ്രത്യാശയോടെ കാത്തിരിക്കണമെന്നാണ് എടുത്തു പറയുന്നത്. അങ്ങനെ യൂദ ഈ 2 വാക്യങ്ങളിൽ കൂടി വിശ്വാസികൾക്ക് നമ്മൾ ആത്മീയമായി ഉറച്ചു നിൽക്കുവാനുള്ള 4 നിർദ്ദേശങ്ങളാണ് നൽകിയത്. ഒന്നാമതായിട്ട് വിശ്വാസത്തിൽ വളരുക, രണ്ടാമത് പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കുക, മൂന്നാമത് ദൈവസ്നേഹത്തിൽ നിലനിൽക്കുക, നാലാമത് ക്രിസ്തുവിൻ്റെ വീണ്ടും വരവും കരുണയും പ്രത്യാശയോടെ കാത്തിരിക്കുക. ഈ പറഞ്ഞ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും അതുപോലെ തന്നെ ഇങ്ങനെയുള്ളൊരു ജീവിതശൈലി ഒരു വിശ്വാസിയെ തെറ്റായ ഉപദേശങ്ങളിൽ നിന്നും ആത്മീയ വീഴ്ചയിൽ നിന്നും സംരക്ഷിക്കുന്നതുമാണെന്നാണ് യൂദയുടെ ലേഖനത്തിൽ കൂടെ നമ്മോട് പറയുന്നത്, നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ 4 കാര്യങ്ങൾ ഫോളോ ചെയ്താൽ, അത് നമ്മുടെ ജീവിതശൈലി ആക്കി കഴിഞ്ഞാൽ ഏത് ദുരുപദേശകൻ വന്നാലും നമ്മളെ വീഴിക്കുവാനായിട്ട് സാധിക്കത്തില്ല. കാരണം നമ്മൾ കർത്താവിൽ ഉറച്ചു നിൽക്കുന്നതുകൊണ്ട്, അവനോടുകൂടെ ചേർന്ന് വസിക്കുന്നതുകൊണ്ട്, അവൻ്റെ വരവിനായി നമ്മൾ കാത്തിരിക്കുന്നതുകൊണ്ട്, അവൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട്, അവൻ്റെ പ്രത്യാശയോടുകൂടി കാത്തിരിക്കുന്നതുകൊണ്ട് നമ്മളുടെ വിശ്വാസം ഒരിക്കലും വീണു പോകാനായിട്ടോ അല്ല ഉപദേശത്തിലേക്ക് നമ്മൾ മാറിപ്പോവുകയോ ചെയ്യുകയില്ല. ദൈവം അതിനായി നമ്മെ ഇടയാക്കട്ടെ, നമ്മെ അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന ഓരോരുത്തർക്കും ഇത് പ്രാവർത്തികമാക്കുവാനായിട്ട് ദൈവം കരുണ കാണിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്മ നേർന്നുകൊണ്ട് ഈ വീഡിയോ ചുരുക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം പ്ലീസ്. ബൈ.